Hello, welcome back to my YouTube channel. I am Shilpa, I'm a third year MBBS student. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എക്സാംസും തിരക്കുകളൊന്നും ഇല്ലാണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഡേ എങ്ങനെയാണെന്ന് പറയുന്ന ഒരു വീഡിയോ ആണ്. സോ ഡു വാച്ച് ആൻഡ് സപ്പോർട്ട്. ഞാൻ വെറുതെ പുറത്ത് വന്ന് കുറച്ച് നേരം നിൽക്കുകയായിരുന്നു. ഇവിടെ അമ്പലത്തിലാണ്, തൊട്ടടുത്ത് ഇവിടെ ഒരു അമ്പലമുണ്ട്. അപ്പം അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ രാവിലെ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. രാവിലെ ഞാൻ ഇത്രയും വെള്ളം കുടിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയാണ് മെയിനായിട്ട്. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ മറന്നു. അപ്പം എന്ന് വെച്ചാൽ മറന്നു പോകുന്ന മടിയാണ്, വെള്ളം എടുത്തോണ്ട് പോകണം അങ്ങനെ. അതുകൊണ്ട് ഞാൻ രാവിലെ ഇത്രയും വെള്ളം കുടിക്കും. അത് ഒരു പണി തീർക്കൽ പോലെയാണ്. അപ്പൊ ഞാനിങ്ങനെ എക്സാം എനിക്കറിയാം ഇവിടെ നല്ല വണ്ടിയുടെ സൗണ്ട് ഉണ്ടെന്ന്, ഭയങ്കര വണ്ടിയുടെ സൗണ്ട്. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും റൂമിന്റെ അകത്ത് നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത്. പുറത്തിറങ്ങാൻ പറ്റത്തില്ല, ഫുള്ള് ഇങ്ങനെ വണ്ടിയുടെ സൗണ്ട് തന്നെയാണ് പുറത്തുനിന്ന്. അപ്പൊ നിങ്ങളവിടെ ഇങ്ങനെ മഴയൊക്കെ ഉണ്ടാവും, ഇത് സേഫ് ആയിട്ടൊക്കെ അല്ലേ എല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ ഏരിയയിൽ അങ്ങനെ മഴയില്ല. ഞങ്ങൾക്ക് 2 ദിവസം ഇവിടെ മഴ കുറവാണെന്ന് ഞാൻ ചെറുതായിട്ട് ചുമ്മാ പറഞ്ഞു കേട്ടോ. ഇവിടെ നല്ല മഴയുണ്ട്. അപ്പൊ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ ഓർത്തു ഞാനിപ്പോ ഒരാഴ്ച അല്ലെ 2 ആഴ്ച ആയിട്ടുണ്ടോ മാരോ എടുത്തിട്ട്. അപ്പൊ മാരോ എടുത്ത് ഞാൻ ഇതുവരെ തൊട്ടിട്ടില്ല, പഠിച്ചു തുടങ്ങില്ല. കാരണം അതിന്റെ ഇടയിൽ ഓരോരോ തിരക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മാരോ എടുത്ത് പഠിക്കാൻ നേരെയില്ല. അപ്പൊ ഞാൻ ഇപ്പൊ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, അപ്പൊ സ്കൂളായിട്ട് എന്തെങ്കിലും നോക്കാം മീൻസ് പഠിക്കാൻ എന്നല്ല, ജസ്റ്റ് ഒരു തുടക്കം കുറിക്കാന്ന് ഓർത്ത്, അല്ലെങ്കിൽ ഇങ്ങനെ മടിപിടിച്ച് പോകത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓർത്ത് ഫോറൻസിക് മെഡിസിന്റെ എന്താ പറയാ ക്ലാസ് നമുക്ക് സെക്കൻഡ് ഇയർ തൊട്ടാണ് ഫോറൻസിക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇനിഷ്യൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞുപോയി, ഒരു ഓർമ്മയില്ല. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പൊ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എനിക്ക് ഓട്സും ആപ്പിളും പോമഗ്രാനറ്റും ഈന്തപ്പഴം പിന്നെ കുറെ സീഡ്സ് ഉണ്ട്. അതിന്റെ കൂടെ ഇതാ ഈ മുട്ടയും ഉണ്ട്. ഇതാണ് എന്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അത് മസ്റ്റ് ആയിട്ട് വീട്ടിലുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും. അങ്ങനെ വേറെ ഒരു ഓപ്ഷനേ ഇല്ല. ഇങ്ങനെ夕阳涂抹在你脸颊，隔空相望却不知道如何对话，是否你早就察觉到了变化，大脑短路让我不知如何回答。有一场മഴ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുടയില്ലാത്തടുത്ത് വെക്കാം. ID കാർഡൊക്കെ ഞാൻ എടുത്ത് നേരത്തെ ഇട്ടു, അല്ലെങ്കിൽ സെക്യൂരിറ്റി ചേച്ചി ലെക്ചറുകളോട് കേട്ടാലും എടുത്തില്ല. അങ്ങനെ ആദ്യം അതാണ് ചെയ്യുന്നത്. ഞാൻ മോയ്സ്ചറൈസർ തേക്കാൻ പോവാ. ലിപ് മുത്തു, പിന്നെ ലിപ്സ്റ്റിക്. ഇത് ഒരു ചെറിയ ലിപ്സ്റ്റിക് ആണ്. ഇതാണ് ഞാൻ എടുത്തത്. ഓടിപ്പോയി തലമുടി ഇട്ടാണോ. അപ്പൊ ഇതാ ഞാൻ റെഡിയായി. അപ്പൊ നമുക്കിനി നേരെ കോളേജിൽ ചെന്നിട്ട് നമുക്ക് കാണാം. ഞാനിപ്പോൾ കോളേജിലെത്തി. സ്ലോ മോഷൻ കാണിച്ചിട്ട് ഞാനിപ്പോൾ വന്നപ്പോൾ ലേറ്റായി. ഞാൻ ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു മഴയും വീടുപണ്ടാറും. ഓടട്ടെ. ഇനിയും കുട്ടികൾ വരാനുണ്ട്. അപ്പം ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഒരു ചെറിയൊരു പ്രോഗ്രാമിന് വേണ്ടിയുള്ള ഒരു ഡിസ്കഷനാണ് ഞങ്ങളിവിടെ എല്ലാവരും. അപ്പം മോർണിംഗ് ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ക്ലിനിക്സ് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പം എൻ്റെ പോസ്റ്റിംഗ് ഇപ്പോൾ പീഡിയാട്രിക്സ് ആണ്. 6 ആഴ്ചയുണ്ട്. ഇപ്പം ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങളെല്ലാവരും കേസ് എടുക്കാൻ വേണ്ടി പോകാൻ തയ്യാറാകുകയാണ്. അപ്പം ഞങ്ങളിതാ കേസ് എടുക്കാൻ വേണ്ടി പോകാനും അത് അവിടെ കഴിഞ്ഞ് പോയിട്ട് വന്നിട്ട് കാണാം. ആരെ ഏറ്റവും ഇഷ്ടപ്പെട്ട? എന്നെയാണോ ഇഷ്ടമായത്? ഹൈഫൈ.
കേസ് എടുത്തു. ഇനി കേസ് പ്രസൻറ്റേഷന് സമയമാണ്. ഇന്ന് ഞങ്ങളുടെ ഭാഗ്യത്തിന് ഞങ്ങളുടെ സീനിയേഴ്സിനോടാണ് കേസ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അതിനുശേഷം നമ്മുടെ സീനിയേഴ്സിൻ്റെ തന്നെ സെമിനാർ പ്രസൻറ്റേഷൻ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഒന്ന് പ്രസൻറ്റൊക്കെ ചെയ്തു. സത്യം പറഞ്ഞാൽ കുറച്ച് BP കൂടുന്നൊരു സമയമാണ് ഈ പ്രസൻറ്റേഷൻ്റെ സമയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രാവിലത്തെ ക്ലാസ് കഴിഞ്ഞു, അതായത് ക്ലിനിക്കൽ പോസ്റ്റിംഗ് കഴിഞ്ഞു. തിരിച്ചു വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയിട്ട് ഇനി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കാണാം. വീട്ടിൽ ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്കാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കാണാം. അപ്പം ഇന്ന് ലഞ്ച് ഉണ്ടായിരുന്നത് ചോറും ചിക്കൻ കറിയായിരുന്നു. അപ്പം എത്രയായിട്ടാണ് ഞാൻ കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിപ്പോ തന്നെ ഇറങ്ങുകയാണ്. സമയമൊന്നും ആയിട്ടില്ല, പക്ഷെ നേരത്തെ ഇറങ്ങുകയാണ്. നമ്മൾക്കൊരു പ്രോഗ്രാമിന്റെ ഒരു ചെറിയ ഡിസ്കഷൻ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടി നേരത്തെ വരണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ ഓർത്തു ഓക്കെ നേരത്തെ ഇറങ്ങാൻ ഓർത്ത് ഇപ്പൊ തന്നെ ഇറങ്ങി. അടിച്ചേക്കാം. അപ്പൊ നമുക്ക് നേരെ കോളേജിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ ഞാൻ കോളേജിലെത്തി. പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടുമായിട്ട് പ്രോഗ്രാംസിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. പിന്നെ നമ്മുടെ ഡോർ ഇതുവരെയ്ക്കും തുറന്നില്ല, ലെക്ചർ ഹാളിൻ്റെ. അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് അവർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി മെഡിസിനാണ്. കോളേജിൽ നിന്ന് ഇറങ്ങുകയാണ്. മോസ്റ്റ്ലി വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലോട്ടൊക്കെ പോവാണ്. കുറച്ചുപേർ മാത്രമേ ഹോസ്റ്റലിലുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് പാൽ സർവത്ത് കുടിക്കണമെന്ന്. അപ്പം ഞാൻ ഓർത്തൊന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ട് ഓടിച്ചെന്ന് പാൽ സർവത്തൊക്കെ കുടിച്ചു. എനിക്ക് ഇവിടുത്തെ ഭയങ്കര ഇഷ്ടമാണ് പാൽ സർവത്ത്. അപ്പോൾ ഇവിടെ പഠിക്കാൻ വരുന്ന പോലെ കുട്ടികളുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എന്റെ യോഗ മാറ്റ് എനിക്ക് മഴ ആയിക്കഴിഞ്ഞാൽ വർക്കൗട്ടൊന്നും ചെയ്യാൻ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോയി അമ്മേനെ കുറച്ച് നമുക്ക് ശല്യം ചെയ്യാം. വൈകിട്ടത്തെ ഡിന്നർ റെഡിയാക്കാണ്. ഞാനല്ല, അമ്മ. അമ്മ അതേപോലെ തന്നെ തിരിച്ച് ഒട്ടിച്ചു വിട്ടു. ഹലോ. അപ്പൊ നമ്മളിപ്പം ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്തു പോവാന്ന് ഓർത്തു ഫ്രണ്ട്സ് ആയിട്ട്. അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പോവാണ്. ഇതാ നമ്മുടെ ഫുഡ് വന്നു. ഞങ്ങൾ അവിടെ നിന്ന് പോയി ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. അവിടുത്തെ ഫുഡ് ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ വേറൊരു റെസ്റ്റോറന്റിൽ വന്നിട്ട് ബബിൾ കോഫി പറഞ്ഞിട്ട് ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കാം. അപ്പൊ ഇപ്പൊ പുറത്തൊക്കെ പോയി ഡ്രസ്സൊക്കെ മാറിയിരിക്കുക. അപ്പൊ ഞാൻ ഓർത്തു രാവിലെ കുറച്ച് വീഡിയോ മാനുവല് കണ്ടിട്ട് ബാക്കി ഞാൻ കണ്ടില്ല, കുറച്ചുകൂടെ തീരാനുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു അത് ബാലൻസ് കംപ്ലീറ്റ് ആക്കാന്ന്. അപ്പൊ ഞാൻ വീഡിയോ കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ ഞാൻ അത് കുറച്ചു നേരം കാണട്ടെ. അപ്പം നമ്മള് വീഡിയോ കാണുന്ന ഇവിടെ നിർത്തി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറെ ദിവസമായി കുറച്ചു നേരം പബ്ജി കളിച്ചിട്ടു. അപ്പൊ ഞാൻ കുറച്ച് പബ്ജി കളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഞാൻ മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വരാം. ഞാനിങ്ങനെ പബ്ജിയിൽ അഡിക്റ്റ് ഒന്നും അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ എക്സാം ഒക്കെ കഴിയുന്ന ദിവസം ഉണ്ടല്ലോ, എക്സാം ഒക്കെ കഴിയുന്ന ദിവസം അടുപ്പിച്ച് ഒരു 2-3 ദിവസമൊക്കെ അങ്ങനെ ഇരുന്ന് ചിലപ്പോ പബ്ജി കളിക്കും. അല്ലെങ്കിൽ ചുമ്മാ ഫ്രീ ആയിട്ടിരുന്ന് ബോറടിച്ചിരിക്കുമ്പോ എന്താ പറയാ ഒരു രസമല്ലേ. പിന്നെ ആരെങ്കിലും നിങ്ങൾ പബ്ജി കളിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വീഡിയോ കാണുന്നതിലുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണേ. പബ്ജി കളിക്കുന്നവരുണ്ടെങ്കിൽ. എന്റെ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് പേര്, പക്ഷെ അവര് ഇപ്പൊ വേറെ മാച്ചിലാണ്. അപ്പൊ എനിക്കങ്ങനെ റാൻഡ് വിട്ട് കളിക്കാൻ ഇഷ്ടമില്ല. ഈ ബംഗാളികൾ നമ്മുടെ ഗെയിമൊക്കെ കണ്ടിട്ട് കളിയാക്കും. ഇപ്പം കളിയാക്കുന്ന വെച്ചാൽ അവരുടെ ഭാഷ ഒന്നും എനിക്ക് മനസ്സിലാകത്തില്ല, എന്നാലും അവരുടെ ചിരി കാണുമ്പോൾ മനസ്സിലാകും. അതുകൊണ്ട് എനിക്കിഷ്ടമല്ല.
ചിലപ്പോ നമ്മുടെ ആരെങ്കിലൊക്കെ വരുമോ എന്ന് ഞാൻ കുറച്ചു നേരം നോക്കട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ റാൻഡം ഇട്ട് തന്നെ കളിക്കാൻ, വേറെ വഴിയില്ല. ഞാനപ്പം റാൻഡം കളിക്കാൻ ഓർത്തു. കാരണം അവരൊക്കെ ഇനി വരുമ്പോഴേക്കും കുറെ ലേറ്റ് ആവും. അപ്പൊ ഇത് റാൻഡം. ഇത് ഏത് ജില്ലയാണ് അത് പിടുത്തം കിട്ടുന്നില്ല. നിങ്ങൾ ഈ വീഡിയോയില് കാണുന്നതിൽ വല്ല പ്രോ പ്ലെയർ ഉണ്ടെങ്കിൽ ഒന്ന് വിചാരിക്കരുത്. ഞാൻ ഇങ്ങനത്തെ ഒരു ബോട്ടാണ്. ഇപ്പൊ നമ്മുടെ കൂടെ കളിക്കുന്നതിൽ ഒരാളെ നമുക്ക് ഫൈനലി കിട്ടി. അപ്പം 3ാമത്തെ കളിയിൽ നമുക്ക് ഒരാളെ കിട്ടി. അപ്പൊ നമുക്ക് അവരായിട്ട് കളിക്കാം. അപ്പം ഞാൻ പബ്ജിയൊക്കെ കളി നിർത്തിയിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അപ്പം ഇതാണ് നോർമലായിട്ട് വേറെ വലിയ പണിയൊന്നും ഇല്ലാതെയൊക്കെ ഇരിക്കുമ്പോൾ സാധാരണ ചെയ്യുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇതൊരു ചെറിയ ഒരു വ്ളോഗ് വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ ബൈ.